നമസ്കാരം, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മളുടെ സ്വന്തം ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടാ, അംബിക അമ്മ, നസീർക്ക. അപ്പൊ എങ്ങനെയാ നമ്മള് തുടങ്ങുമല്ലേ? ഒന്നും നോക്കണം, തുടങ്ങിക്കോ. അതുപോലെ കോട്ടയംകാരുണ്ട് നമ്മുടെ കൂടെ. ഉഷാർ എന്നാ നല്ലൊരു കൈഡി തന്നാട്ടെ. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമുക്ക് ഒരുപാട് അഭിമാനത്തോടെ പറയാൻ പറ്റിയ നമ്മുടെ വേറൊരു ടീമുണ്ട്. ആരാണ്? എനിക്ക് തോന്നുന്നു നമ്മളിലൂടെ ആയിരിക്കും അവർ ഒരുപാട് പ്രേക്ഷകർ അറിഞ്ഞത്. കോട്ടയത്ത് നിന്നാണ് അവരും വരുന്നത്. ഓ, വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം വിഷ്ണു, അമൽ, സഞ്ജിത. ഇത് ഐറ്റം വേറെ. ചേട്ടാ, ഓ, എന്ത് ചെയ്യുവാ? ഞാൻ മതിലിനെ പല്ലി ഏൽപ്പിക്കണ്. നിനക്ക് കണ്ടറിഞ്ഞൂടെ? ഞാൻ പോസ്റ്റർ ഒട്ടിക്ക് തന്നു. എന്നെ മനസ്സിലായില്ലേ? അയ്യോ, നമ്മുടെ തോട്ടപ്പള്ളിയിലെ സേവറിയേട്ടന്റെ മൂത്ത മകൾ. ആരായി സേവിയർ? എനിക്കാൾ മാറിപ്പോയതാ, എന്റെ കുഴപ്പാ. അയ്യോ ചേട്ടാ, ഓ, ഈ ആടിന് പുല്ല് കൊടുത്തു കഴിഞ്ഞാ? ആടിന് പുല്ല് കൊടുത്ത്. ആട് പുല്ല് കൊടുത്തു കഴിഞ്ഞോ? എനിക്ക് ആടുണ്ടെന്ന് ഇവക്ക് എങ്ങനെ അറിയാ? ഇപ്പൊ കഴിയും. ചേട്ടാ, എന്നാന്നേ ഇന്നത്തെ ബസ്സേ നാളെ എപ്പോഴാ വരുന്നേ? സംഭവം എനിക്ക് മനസ്സിലായി. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. സ്വയം കെട്ടഴിഞ്ഞ് പോന്നതാണോ അതോ ആരെങ്കിലും കെട്ടയച്ച് വിട്ടതാണോ? അഴിച്ചു വിട്ടതാ. അയച്ചു വിട്ടതല്ലേ? അപ്പൊ ആരോ തലവേദനയായിട്ട് ഇവിടെ കൊണ്ടിരുത്തിയതാ. ഇതല്ല എന്റെ തലക്കാണല്ലോ ഇത്ര വരുന്നത്. 1 2 3 4 ഹലോ മിസ്റ്റർ ഹിമക്കരടി. എടാ മോനെ, ഒരു മിനിറ്റ്. എന്നതാ സാറേ, വന്ന പാടെല്ലാം തകർക്ക് പറഞ്ഞു. എന്നെ കാര്യം ഹിമക്കരടി നിന്റെ അപ്പൂപ്പൻ. ഞാൻ SI സിംഗൻ ജോൺസൺ. എന്റെ മീശ കൊണ്ട് തീർക്കാൻ തറ തോന്നുന്നത്. രാവിലെ ഉമ്മിക്കരി ഇട്ട് പല്ല് വെച്ചിട്ട് മോൻ കഴിയാതെ വന്ന ഫീലാ. റിപ്പീറ്റഡ് തമാശ. എന്റെ പൊന്ന് സാറേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ പറയണ കേക്കാണെങ്കിൽ ഞാൻ പറയണ ജിലേബി. നല്ലൊരു തമാശ ഞാൻ പറയപ്പോ നിനക്ക് ചിരിക്കാൻ കുരു. സാറേ സമാനപ്പെട്. ഞാൻ പറയുന്നത് കേക്ക്. എന്നടാ? എന്റെ പൊന്നു സാറേ, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിൽക്കുന്ന പെണ്ണെ കണ്ടോ? അവൾ എന്റെ അടുത്ത് എന്റെ സ്റ്റേഷൻ പരിധി കിടന്ന് നീയൊക്കെ പെമ്പിള്ളേരെ നിക്ക്. എന്നെ മോനെ, സാറിനെ കൈ വെറുതെ മെനക്കെടുത്തുണ്ടല്ലോ. ഗുഡ് ബൈ. സാറേ പോരുത്. ഞാൻ പറയുന്നത് എന്ന് കേറിക്കൊടു. മോളെ, ആരാ? ഞാൻ പരശുരാമൻ മഴു അറിയാൻ വന്നതാ. ഏത് പള്ളിയിലെ? ടെൻഷൻ കൊണ്ടായിരിക്കും മോളെ. ഞാൻ അവനെതിരെ കേസെടുക്കും. സാറേ വേണ്ട സാറേ, അയാൾക്ക് കുട്ടികളും കുടുംബവും ഒക്കെ ഉള്ളയാ. അത് മോളുടെ നല്ല മനസ്സുകൊണ്ട് പറയണം. ഇല്ലെങ്കിൽ ഞാൻ അവനെ മാധ്യമങ്ങൾക്ക് പിടിച്ചു കൊടുക്കും. ഞാൻ അയ്യോ സാറേ, ആർക്കും പിടിച്ചു കൊടുക്കണ. അയാൾക്ക് കുട്ടികളും കുടുംബവും ഒക്കെ ഉള്ളയാ. മോള് പറ, ഞാൻ അവൻ എന്ത് ചെയ്യണം? അവനെ നമുക്ക് കൂട്ടിയിട്ട് കത്തിക്കാം. കൂട്ടിയിട്ട് കത്തിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അവന് നിയമം പറയണ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവനെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നെ ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും. ഇതെത്രയാ? 10. വെരിഫൈഡ്. മോളെ, അവന് നമ്മളെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ആദ്യം അവനോട് നമ്മൾ അനുവാദം ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചിട്ട് വരാം. എടാ, ആ പെണ്ണിന് ഭ്രാന്താടാ. താൻ SI ആണോ അംഗനവാടി ആയാണോ? തന്നോട് ഞാൻ എത്ര തവണ പറയാൻ വന്ന അവക്ക് വട്ടാണ് താൻ പറയാൻ സമ്മതിച്ചോ? എനിക്കത് മനസ്സിലാകണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, അവളെ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ ബാക്കിയുള്ളവരായിട്ട് വരാം. ഇവിടെ ഇന്ന് അവള് ചുട്ട് തിന്നു എന്നെ പ്രാന്തി കോപ്പ് പിടിക്കും. ഹലോ മിസ്റ്റർ അലൻ ജോസ് പെരേര. ഒറ്റയ്ക്ക് അങ്ങനെ എസ്കേപ്പ് ആവാൻ നോക്കണ്ട. എന്നെ കൂടെ കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ. തോക്ക് സാർ ആരുടെ മുന്നിൽ തോക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എടാ നനകഴങ്ങ, അതല്ല എന്റെ തോക്ക് കാണില്ലെന്ന്. അതിന് എവിടെ പോയി എന്റെ ടീച്ചർ? തോക്ക്. അയ്യോ, അത് തോക്കായിരുന്നു. എടാ, അത് റമ്പറ്റി.
സാറേ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാതെ പുട്ടൂറ്റിയുടെ തോക്കാന്ന് ചെല്ല്. എടി മോളെ നിനക്ക് എന്തിനാടി എന്റെ പിസ്റ്റൾ ഇങ്ങോട്ട് തിരിച്ചു താടി. അയ്യേ ഇതിനാണോ സാർ ഈ കിടന്ന് ഇരക്കുന്നത്? ആ പുള്ളി ആ പള്ളിയിൽ നിൽപ്പുണ്ടല്ലോ. എടാ മായാണ്ടി അത് പാസ്റ്റർ, ഈ സാധനം പിസ്റ്റള്. എന്നാ അത് മേടിക്ക്. ചിക്കരി പെണ്ണി അമ്മന് മുന്നേ അച്ഛന് വാമി താടി ചക്കരേ. തനിക്കെന്താണോ വട്ടാണോ? ഇതാരാടാ ഈ പറയാ? സാറേ എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കുവാ, എന്നെ മോനെ? ഈ വട്ടെന്ന് പറയുന്ന സാധനം പടരുവോ? താൻ എന്നൊക്കെയാണോ കാണിക്കുന്നത്? അയ്യോ അവളിരിക്കുന്ന സാമാനം എന്നാന്നറിയാമോ? എന്തുവാ? സർവീസ് റിവോൾവർ. എന്റെ പൊന്നു സാറേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം സാൻ പറഞ്ഞു അത് തോക്കെന്ന്, പിന്നെ പറഞ്ഞു പിസ്റ്റലെന്ന്, ഇപ്പൊ പറയുന്നത് സർവീസ് റിവോൾവർ. എന്നാന്ന്? സർവീസ് റിവോൾവർ. എടാ കാല ആ സാമാനത്തിനകത്ത് ഉണ്ടയുണ്ടെന്ന്. ഇപ്പൊ പറയുന്നത് അതിന്റെ അത് ഉണ്ടയാണ്. സത്യത്തിൽ അത് ആരാ? അത് കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന കലാപോഷാക്കോ. സാറേ വെടി കൊണ്ടാ? ഇല്ല. നിനക്ക് കൊണ്ടോ? കൊണ്ടില്ല സാറേ. സത്യം പറഞ്ഞ അത് തോക്കായിരുന്നു. പിന്നെ ഞാൻ എന്നതാടാ നിന്റെ അടുത്ത് റംബൂട്ടാനെ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. ചക്കര ഉമ്മ എന്നറി. ഞാൻ തോമസ് ആൽവ എഡിസൺ. അപ്പൊ അത് തോംസൺ. എത്ര നേരമായടാ ഒരാട് അവിടെ നിന്ന് വിശന്ന് കരയിന്ന്. അയ്യോ കുഞ്ഞാട് എന്ത് സുന്ദരനായിരുന്നു. ഈ ആളാന്ന് തോന്നി ഇന്നലെ നിന്റെ പാവാട കടിച്ചെടുത്തോണ്ട് പോയത് വീട്ടെടുക്കാനായിട്ട്. അയ്യോ ഈ ആള് തന്നെ. ഇത് തന്നെ. അപ്പൊ നീയാണ് എന്റെ പാവാട. ഈ ആളാന്ന് തോന്നി നിന്റെ ചായ ബിസ്ക്കറ്റ് കട്ടെടുത്തത്. ഞാനവന്റെ കൂട്ടുകാരൻ ആടിന് പുല്ല് കൊടുക്കാം. ഈ പെണ്ണിനെ ഭ്രാന്താടാ. പിന്നെ ഈ പെണ്ണ് അപ്പുറത്തമ്പലത്തിൽ സപ്താഹം വായിക്കാൻ വന്ന ആളാന്ന് ഞാൻ പറഞ്ഞു. അയ്യോ ഇല്ല. പിന്നെ എന്തുവാ എന്നാ മോളെ കാണിക്കണേ? സൂര്യനെ വെല്ലുവിളിക്കുക. ആ സീബ്രാലൈന്റെ നടുക്ക് എന്ന് വെല്ലുവിളിക്കുക. എത്ര പാണ്ടിലോറ് വെറുതെ പോണെന്റെ ദൈവമേ. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നോക്കി നിൽക്കി, ഞാൻ ബാക്കി പോലീസുകാരായിട്ട് വരാം. അയ്യോ അത് പറ്റൂല, എനിക്ക് വീട് വരെ പോകണം. എന്റെ കാലിന് സുഖമില്ല. ഹായ് ഗൂഗിൾ മാപ്പ് വെരിക്കോസ് വൈ. ഇവിടെ മതിയോ? അവളെ പറയും കാര്യം മനസ്സിലാക്കണം. പാടെ പിന്നെ ഇവിടെ നിന്റെ വീട്ടില് നോർമൽ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നോർമൽ ആയിട്ടുള്ള ആരെങ്കിലും ഒന്നും ചോദിക്കും സാറേ. എടാ എവളുടെ വിചാരം എവള് നോർമൽ ആണെന്നായിരിക്കും. അപ്പൊ നമ്മളെ പോലുള്ള നോർമൽ ആയ ആൾക്കാർ നോർമൽ അല്ലെന്നായിരിക്കും അവള് ചിന്തിക്കണേ. അപ്പൊ നമുക്ക് നോർമൽ ആയ ആൾക്കാരെ കിട്ടണമെങ്കിൽ നോർമൽ അല്ലാത്ത ആൾക്കാരെ കുറിച്ച് ചോദിക്കണം. എനിക്ക് വട്ട് പിടിക്കുന്നത് താൻ നോർമൽ ആണോ? എന്റെ കല്യാണം കഴിഞ്ഞാണോടി? അല്ല, പക്ഷെ എന്നെ കെട്ടാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നല്ലതാ. എന്താ നിന്റെ സങ്കല്പം? ഭൂമിയിലുള്ള ആളാകരുത്. എന്റെ അറിവിൽ ആരുമില്ല. എപ്പോഴും എന്നെ നോക്കി ചിരിക്കുന്ന ആളായിരിക്കണം. കിട്ടുകയും ചെയ്യും. ഉള്ള കാര്യം. എപ്പോഴും അവൈലബിൾ ആകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ട്, ചന്ദ്രൻ. സാറേ അത് ഈ പഞ്ചായത്തിലുള്ള വല്ലവരാണോ ഈ ചന്ദ്രൻ? എടാ മൊരതകത്തല്ലയാ, നീ ഇത് മെള്ളിട്ട് നോക്കിയാ ആ തെളിഞ്ഞിരിക്കുന്ന സ്ഥാനത്തിന്റെ പേരാണ് ചന്ദ്രൻ. അയ്യോ കൈ നിന്നിട്ട് കളിച്ചാണല്ലേ, സോറി. എന്നാക്കിയാടാ നീ കാണിക്കാൻ? എന്റെ ഭാര്യ പറഞ്ഞ കിടന്നുറങ്ങാൻ എന്റെ തോക്ക് അവളെടുത്ത് ഒരു പ്രാവശ്യത്തെ ക്ഷമിക്കും, അടുത്ത തവണ നമുക്ക് പോയില്ലേ ഞാൻ വല്ലതും ചെയ്യും കേട്ടോ. എന്റെ മോനെ സാറേ എന്റെ ജോലിയൊക്കെ പോയി, ഞാൻ ഈ നാട് വിട്ട് പോവാൻ പോവാ. നിന്റെ ജോലി എങ്ങനെയാ പോയത്? അയ്യോ സാറിന് അറിയാവോ? ഇല്ല. ഞാനൊരു അംഗനവാടി ടീച്ചറാ. നല്ല കാര്യ. അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കരച്ചിന് മാറ്റിയ അവരെന്റെ ജോലി എന്ന് പറഞ്ഞു വിട്ട്. അയ്യോ നല്ലൊരു കാര്യം ചെയ്തതിന് ആ കൊച്ചിനെ പറഞ്ഞു വിട്ടോ. എങ്ങനെയാ മക്കള് കരച്ചിൽ മാറ്റിയേ? അവിടെ കിടന്ന് കരയുന്ന കൊച്ചുങ്ങളുടെ വായി ഞാൻ സെല്ലോട്ടോ പൊട്ടിച്ചു. ഭഗവാനെ സാറിന് അറിയാവോ ഇപ്പൊ ആ കുഞ്ഞുങ്ങളിപ്പോ എങ്ങനെയാ കരയുന്നതെന്ന്? എന്നാ അസുഖാടി നിനക്കുള്ളത്? സാറേ
എന്റെ സ്കൂട്ടിയിലെ പെട്രോൾ തീർന്ന് എനിക്ക് പെട്രോൾ അടിച്ചാൽ ഞാൻ വീട്ടിൽ പോവാം. നിന്റെ സ്കൂട്ടിക്ക് പെട്രോൾ അടിച്ചെന്നാ നീ വീട്ടിൽ പോകുമോ? ആ. അങ്ങനെയാണ് എന്റെ തോക്ക് തരുവോ? ആ തരാം. എടാ അവളുടെ സ്കൂട്ടിക്ക് പെട്രോൾ അടിച്ചു കൊടുത്താലേ അവള് തോക്ക് തരാന്ന് ഞാൻ കേട്ട്. എങ്ങനെടാ? ഈ തൂക്കി കിടക്കുന്ന ശ്മശാനല്ല ചെവിയ. അയ്യോ കേക്കണുണ്ടോടാ? അയ്യോ ഇല്ല. ആ, എവിടെ വരെ പോരുത്. എവിടെ മോളെ നിന്റെ സ്കൂട്ടർ? ഇത് അവിടെ ഉണ്ട്. ഞാൻ കാണില്ലല്ലോ. നോക്ക് സാറേ. ഞാൻ കാണില്ല. നീ കാണുന്നില്ലേടാ? ആ പിന്നെ ഞാൻ കണ്ടല്ലോ ഒരു വെള്ള സ്കൂട്ടർ. മറ്റേ ദൈവം ഇതാരും ഇവിടെ കൊണ്ടുവച്ചത്. എടാ വട്ടന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന സ്കൂട്ടർ തെളിച്ച് നോക്ക്. തെളിച്ച് കാണുന്നില്ല. തെളിച്ച് നോക്ക്. സ്കൂട്ടർ അല്ലേ? 4 കാലുള്ളതല്ലേ? ഞാൻ കണ്ടു മോളെ. കറുത്ത സ്കൂട്ടർ അല്ലേ? ഒരു തിരുത്തുണ്ട്. കറുത്ത സ്കൂട്ടർ അല്ലേ, വെള്ള സ്കൂട്ടർ. എന്നെ കൊണ്ടുപോകാനായിട്ട് വെള്ള സ്കൂട്ടർ അല്ലേ? നമുക്ക് പെട്രോൾ അടിക്കണ്ട മോളെ. ആ പൈസ ഉണ്ട്. എന്നാ നിക്ക്. ഇതെന്നെ ഇത് 100 രൂപ. പ്ലാവില ഫുൾ ടാങ്ക് 100 രൂപയ്ക്ക് അടിച്ചു തരാട്ടോ. ആ എന്നാ മോനെ? തണുപ്പല്ലേ സാറേ? ആ. ഒരു സങ്കല്പ വീടി വലിച്ചതാ. ഇതൊന്ന് പിടിച്ചോണ്ടിരിക്കും. നീ ഒന്നിങ്ങനെ നിന്നടാ. അമ്മച്ചേ എന്തിനാ തന്നെ നിന്നാട്ടോ വീട് പിടിക്കണത്? ഒരു സാറേ. അയ്യോ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഈ മോളങ്ങ് കയറി പോയാലും ഇനി തോക്ക് തമ്മോളെ. സാറ് കേറിയാ തോക്ക് തരാം. ഞാൻ ഇവിടെ നിന്ന് ഇവനോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞോളാം. മോള് തോക്ക് തമ്മോളെ. തോക്ക് വേണമെങ്കിൽ സാറ് കേറണം. ഒരു പോലീസിനെ കൊണ്ടുവന്ന് എന്നൊക്കെ കോപ്രായി അടി കൊച്ച നീ കെട്ടിക്കണേ. പോവാം. പോലെ 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 എന്നാടാ? ആ ടൗൺ വരെ എന്നെ കൂടെ ഒന്ന് ഇറക്കി. അതിന്റെ ഇടയിൽ കൂടെ വിട്ടോ, 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 വിട്ടോ. പോണേ. നമുക്ക് 3 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. അയ്യോ മാമാ വൈകിട്ട് നമുക്ക് കാണാം. ഇതെത്രയാ? 8. അതും വെരിഫൈഡ്. സാറേ അയ്യോ ഇതില് പെട്രോൾ അടിച്ച എനിക്ക് ഡീസൽ അടിക്കേണ്ടത്. എന്നാ പരിപാടി കാണിച്ചത്? അതെന്നാന്നറിയോടാ? ശ്ശെ. ഡീസൽ അടിക്കുന്ന സ്കൂട്ടർ ഇറങ്ങിയാലും ഞാൻ ഇറങ്ങില്ല. അതാ സംഭവം. അയ്യോ 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 എന്തോ വലുത് വരുന്നുണ്ട്. അയ്യോ സാറേ എന്നെ മോനെ. എന്റെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ കാണുന്നില്ലല്ലോ. അയ്യോ സാറേ കാണുന്നില്ലേ? ഞാൻ കാണുന്നില്ല. മറിയേ എത്ര നാളായി കണ്ടിട്ട്. എവിടായിരുന്നു? വർറ 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 എത്ര വരിക 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 കേട്ടോ അവിടെ നിന്നാണോ വരുന്നേ? അല്ലേ? അവിടെ നിന്നല്ലേ? അമ്മയ്ക്ക് ഉമ്മ, ചേട്ടന് ഉമ്മയില്ല. കേറുവാ. ദേ ഇവിടെ ഇരുന്നാട്ടെ. മോൾ എന്നാക്കിയാ കാണിക്കണേ നോക്കി. അയ്യോ അപ്പൂപ്പന്റെ തലയിൽ മുടിയൊക്കെ പോയോ? കണ്ടതിൽ വലിയ സന്തോഷം. അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കണ മോളെ. സാറേ സാറേ അവരിരുത്തല്ലേ സാർ? അവരെന്നെ പിടിച്ചോണ്ട് പോകും സാർ. ഇല്ല മോളെ. അച്ഛാ വിട്ടേച്ച് ഞാൻ വരത്തില്ല. ഞാൻ വീട്ടിലോട്ട് വരത്തില്ല. അച്ഛാ എന്നെ കൊല്ലരുത്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടാ ചേട്ടാ ചേട്ടാ. സാറേ ഇതെന്നെ കൊള്ളതാമി. ഇത് ഒരു പെണ്ണിനെ അവരുടെ വീട്ടുകാരായിട്ട് കൊല്ല ചെയ്യുന്നുണ്ടോ? സാർ നോക്കിക്കോണം. ഞാൻ ഇടപെടും. സാർ എന്റെ വെടി വെക്കാൻ പറ്റും സാർ. ഇന്നവരെ കൊല്ലും. പോടോ സാർ. സാർ ഞാനിതിൽ പ്രതികരിക്കല്ല മോനെ. പോലീസ് നിശബ്ദമാകുന്നിടത്ത് മനുഷ്യർ ഇടപെട്ട് തുടങ്ങും സാർ. അവൻ പറയട്ടു. പണ്ടത്തെ കാലമൊക്കെ മാറിപ്പോയി സാർ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അതിന് കിട്ടില്ല. അവർ വിളിച്ചു പറയും ആര് എന്ത് എവരെന്ന്. പൊളിച്ചു മാറ്റുന്നത് നിങ്ങളുടെ പ്രാചീനമായ സ്വഭാവവും പ്രായമാണ്. ബെറ്റർ ദാൻ യു ക്യാൻ ട്രൈ ടു ചേഞ്ച് യുവർ മൈൻഡ് മിസ്റ്റർ സീനിയർ. എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതില് ഒരെണ്ണം നീ കുന്തളിച്ച് കളഞ്ഞു. ബാക്കി 5 എണ്ണം ഉണ്ട്. തീർക്കടി അങ്ങോട്ട്. അതും അറിയില്ലേ സാർ? ആ ചോദ്യം ഒന്ന് എന്നോട് ചോദിച്ചു. മറ്റവനെ നിന്നെ ഞാൻ എടി പെങ്കൊച്ച നീ എന്റെ തോക്കിങ് തരണുണ്ടോ? സാറേ ഞാൻ തോക്ക് തരാം. എന്റെ മനസ്സ് വല്ലാതെ നൊന്തിരിക്കുക. എനിക്കൊരു എന്റർടൈൻമെന്റ് കിട്ടിയാൽ ഞാൻ തോക്ക് തിരിച്ചു തരാം. പൂത്തിരിമുക്കിനെ വിഴപ്പിച്ച കീരിവാസുവിനെ പിടിച്ച ഞാൻ ഈ മൈസൂർക്കാരുടെ മുന്നിൽ കിടന്ന് നിനക്ക് എന്റർടൈൻമെന്റ് തരണം. പ്രണവേ പാട്ടിടറാ.
സന്തോഷമായി എനിക്ക്. എന്നാ സാറിന്റെ തോക്ക്. പണ്ടത്തെ പെൺകുട്ടികൾ ഇപ്പോഴാണെങ്കിലും പറയും ആര് എന്ത് എപ്പോ എങ്ങനെയെന്ന്. മനസ്സിലായോ? എന്താ ഷാജൻ ചേട്ടാ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ നോക്കുമ്പോ അവൻ കളിച്ചു കയറ്റും. അടിപൊളി. കിടിലൻ എന്ന് പറഞ്ഞാ പോരാ, കിക്കിടിലൻ. നിങ്ങളുടെ നാട്ടുകാരാണ്, ഒരു നല്ല കൈഡി എടുത്തേ. കോട്ടയംകാർക്ക് സ്പെഷ്യൽ കൈഡി കോട്ടയംകാരുടെ വക. ഒരു കോട്ടയംകാരൻ തന്നെ സംസാരിച്ചു തുടങ്ങട്ടെ. ഷാജൻ ചേട്ടാ. അമൽ, വിഷ്ണു, സഞ്ജിത, ഉഗ്രൻ സ്കിറ്റാർ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്ലേ, നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സിനിമകളിലായിട്ടും പല സ്കിറ്റുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. അബദ്ധത്തിൽ ഒരു മാനസിക രോഗമുള്ള ഒരു സ്ത്രീയുടെ മുന്നിൽ ചെന്ന് പെടുന്ന ആളുകളെ നമ്മൾ പല സ്കിറ്റുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത കുറേ സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അത് നിങ്ങൾ രണ്ടുപേരും അമരും വിഷ്ണുവും നിന്ന് കളിച്ചങ്ങോട്ട് കേറ്റി എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു. അതിനൊപ്പം സഞ്ജിത നിന്നുള്ളതാണ്. എന്തോരം തലവിളികളാണ് നീ വിളിക്കുന്നത്. മരതക തലയൻ, മൈസൂർ കരടി. മൈസൂർ കരടി എന്തുവാടാ മൈസൂർ കരടിയൊക്കെ? ഇതുപോലത്തെ ചെറിയ വാക്കുകൾ ഞങ്ങൾ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അത് എഴുതി വെക്കണം. ആണല്ലേ? ഓ, ഗംഭീരമാണ്. കാര്യം നിങ്ങളുടെ ഒരു ടീം വർക്ക് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പേഴ്സണലി ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഇവരെ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയായിരുന്നു. ഇവരെ നല്ല ക്ഷീണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? നല്ലവണ്ണം ക്ഷീണിച്ചില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ഒരു ക്ഷീണത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നല്ലത് കൊടുത്താൽ ആ ക്ഷീണം മാറും എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നല്ലതുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അഭിപ്രായം ഈ വേദിയിൽ നിന്ന് കിട്ടിയത്. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല സ്കിറ്റുകൾ ആലോചിച്ചിരുന്ന് ഉണ്ടാക്കിയെടുത്താൽ ഈ സ്റ്റേജിൽ നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കും. നിങ്ങളെപ്പോലെ പല ആൾക്കാർ ഇവിടെ അതേപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മൂന്നുപേരും ഗംഭീരമായിരുന്നു. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. നല്ലവണ്ണം ചിരിക്കാനുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സൂപ്പർ. ഇതിൽ ആര് ബെറ്റർ, ആരെക്കാലം മെച്ചമെന്ന് പറയാൻ 3 പേരും. സഞ്ജിതയുടെ മറ്റേ അമ്മയെ പിടിച്ചോണ്ട് പോലെന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നതൊക്കെ എന്ത് രസമായിരുന്നറിയോ? അതുപോലെ നിങ്ങൾ 3 പേരും കൂടെ സ്കൂട്ടറിൽ കയറുന്നു പോകുന്നതിന്റെ ഇടയിൽ മാമന് ടാറ്റ പറഞ്ഞു അല്ലേ? അതൊക്കെ കൈ നിട്ടാണ് രസമായിരുന്നു കേട്ടോ. എന്തൊന്നൊക്കെയാ കാണിച്ച എന്റെ ദൈവമേ. നന്നായിരുന്നു കേട്ടോ. സൂപ്പർ. ഐ എം സോ ഹാപ്പി. സൂപ്പർ. താങ്ക് യു. എന്റെ പോർഷൻ ഉണ്ടായിരുന്നതാണോ അതോ ഇട്ടതാണോ? വളരെ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. അയ്യോ രസമായിരുന്നു. ഓക്കെ, അടിപൊളി. അപ്പം ആ ക്ഷീണം തീർക്കാനുള്ള മാർക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാം. നസീർക്ക, ഞാനൊരു 15 മാർക്ക് കൊടുക്കുന്നു. 15,000 രൂപ. ചേട്ടാ, ഞാനൊരു അല്പം കുറയ്ക്കുന്നുണ്ട്. ഞാനൊരു 12 മാർക്ക് കൊടുക്കും. ഓക്കെ, രണ്ടുകൂടെ ചേർത്ത് 27 ആയിട്ടുണ്ട്. അംബികാമ്മ നല്ലോണം ആലോചിച്ചിട്ട് നല്ലൊരു തുകയായിട്ട് അങ്ങോട്ട്. അതെ, അതിനെ ചികിത്സിച്ച് അതിന്റെ രോഗം മാറ്റണ്ട. കാരണം പോലീസുകാരന്റെ ഒരു ഉണ്ട സർക്കാരിനോട് സത്യം സമാധാനം പറയണം. പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നോം പറയണില്ല. അങ്ങനെ നോക്കുക. അത് കലക്കി. ആ ഒരു ഗോൾഡ് അടിച്ചു. ഇപ്പൊ ഒരു സിൽവർ പഞ്ച് അടിച്ചു. ഇങ്ങനെ അടിക്കുന്ന എനിക്കൊന്ന് ഇവിടുത്തെ ആദ്യത്തെ ടീമാന്ന് തോന്നുന്നല്ലേ? ഓ അടിപൊളി. ഗോൾഡ് അടിച്ചു, സിൽവർ അടിച്ചു, ഇനി താഴെ പോയാൽ ഞങ്ങൾ അടിക്കും. ഓക്കെ. അപ്പൊ ഒരു നല്ല കോട്ടയംകാർ, നല്ല കൈഡി. അപ്പൊ ഉഷാറായിട്ട് അടുത്ത സ്കിറ്റ് വാ. ഓ അടിപൊളിയടാ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ പരിപാടി തുടങ്ങിയ ശേഷം ഒരുപാട് ടീമുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും വരാൻ പോകുന്ന ടീം നമുക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു ടീമാണ്. കാര്യം നമ്മുടെ ഫ്ലോറ് കൊണ്ടുവന്ന 3 ആർട്ടിസ്റ്റുകളാണ് അവര്. ഇപ്പൊ ഒരുപാട് ഇനോഗ്രേഷൻസ് ആയി, പ്രോഗ്രാംസ് ആയി. അങ്ങനെ ഒരു പ്രോഗ്രാം സൈറ്റിൽ നിന്നും വേറൊരു പണി സൈറ്റിലേക്ക് ഓടി നടന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഇതാ നമുക്ക് വേണ്ടി ഒരു ഷോ ചെയ്യാൻ വരികയാണ്, സ്കിറ്റ് ചെയ്യാൻ വരികയാണ്. വിളിക്കട്ടെ. രാജേഷ് കൊട്ടാരത്തിൽ, സുജിത് ആൻഡ് ഹരി. യോ, സത്യം പറഞ്ഞാൽ ഇന്ന് വൈദ്യര് മരുന്നിനെങ്ങാണ്ട് പോയിരിക്കുക. എവിടെ പോയെന്നോ എന്തോന്നോ എനിക്കറിയത്തില്ല. അതിനു മുമ്പേ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഒരു വീഡിയോ ചെയ്തങ്ങിടാം. ഫോൺ ഓണാക്കട്ടെ. അയ്യോ,
ഞാനോർത്ത് നീ എന്റെ മുഖം വന്ന് ഞാൻ പേടിച്ചു പോയി. ഓക്കെ ഗൈസ്, എല്ലാവർക്കും എന്റെ ഉഴിച്ചിലും പിഴിച്ചിലും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ ഗൈസ്, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ യൂട്യൂബ് ചാനൽ 25K ഫ്ലവേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യമാണ്, ഷെയർ ചെയ്യരുത്. കാണുന്നവർ കാണട്ടെ, വേണമെങ്കിൽ കാണട്ടെ. പിന്നെ വേറൊരു കാര്യം, ഞാനിവിടെ രഹസ്യമായ മരുന്നുകളുടെ കൂട്ടാണ് ഗായ്സുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ഞാനും ഈ മൊബൈലും നിങ്ങളും അല്ലാതെ നാലാമതൊരാൾ അറിയരുത്. സത്യം പറയൂ. പിന്നെ ഇന്ന് ഞാനൊരു പുതിയ പച്ചമരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കണ്ടോ, ഇതിന്റെ പേരാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി പോലും കുറുന്തോട്ടി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ഗായ്സ്, കേറി വാടാ മോനെ. കിട്ടുണ്ടേ? ഞാൻ വരുന്നതിന് മുമ്പ് നീ ആരെയാ ഇവിടെ വിളിച്ച് കയറ്റിയേ? ഞാൻ എന്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്യുമായിരുന്നു. നീ വെച്ച് വിളക്കിയായിരുന്നോ? വെച്ച് വിളക്കിയായിരുന്നോ? വിളക്ക് വെച്ചായിരുന്നോ? ഞാൻ എന്റെ കൈ കൊണ്ട് നടക്കുവാന്നോ, ഞാൻ അതോടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എനിക്ക് അതറിഞ്ഞാ മതി. അത് പോട്ടെ. വൈദ്യുതി ആടിന് രാവിലെ തീറ്റിക്ക് പോയില്ല, ഇപ്പോഴാണ് വരുന്നത്. ആടിന് തീറ്റയാന്നോടാ ഇത്? എടാ, ഇത് പച്ചമരുന്നല്ലോടാ ഇത്. എന്റെ പൊന്നു വൈദ്യരെ, വേണ്ട ഈ കാലാവസ്ഥ കണ്ടോ? കണ്ടു. കോട്ടയം, കോഴിക്കോട് അവിടൊക്കെ ഇപ്പൊ ഓറഞ്ചാ. നീ പത്തനംതിട്ട വെടിക്കെട്ട് പേരക്കായ? അതല്ലെന്ന് മഴയുടെ കാര്യമാ പറഞ്ഞത്. മഴ അവിടെ തോട്ട് കെട്ടിയാണെന്ന് ഞാൻ പറിച്ചു തരാം. അവിടെ ഈ മഴയായിട്ട് നിങ്ങൾ ഈ പോച്ച പറിക്കാൻ പോയി കഴിഞ്ഞാൽ കാലെ പാമ്പ് കൊത്തത്തില്ലേ? നീ എന്ത് പറഞ്ഞത്? എന്തോ നീ പറയുന്ന സാധനം എന്തോന്നറിയോ? പൊന്നുമോനെ, ഈ മരുന്നിന്റെ പേരാണ് ആടലോടകം. ഇതിന്റെ പേരാണ് സർപ്പസുഗന്ധി. ഇത് ചെറുകുള. അത് കള. ഇത് കളയാനോ? ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വരുവാ ഈ സാധനം. എടാ, ഈ മരുന്ന് എന്തോനുള്ള നിനക്കറിയാമോ? എന്തോന്നുള്ളതാ? എടാ, ഈ അതെന്തോ അസുഖത്തിനുള്ള നിനക്കറിയത്തില്ല? എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ ഇതെന്തോ ഇല്ലേ ഇത്? ഇതിനകത്തന്നെ പിഴിഞ്ഞ് കേറ്റി ഞാൻ. അത് പോട്ടെ വൈദ്യരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരുന്നിനൊക്കെ കണക്കുണ്ടോ? പിന്നെ ഇതെല്ലാം കണക്കില്ലല്ലോടാ. അതൊക്കെ വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. നീ എത്ര വരെ പോയി? ഞാൻ 6 വരെ പോയി. ചൂണ്ടയിടാനോ? അല്ലല്ല, 6ാം ക്ലാസ് വരെ പോയെന്ന്. എടാ, അതൊന്നും പോരാ, നല്ല വിദ്യാഭ്യാസം വേണം. വൈദ്യര് ഉരുണ്ട് കളിക്കല്ലേ. എന്തുവാ? കഴിഞ്ഞ മാസം ഒരു 500 രൂപ തരാനുണ്ട് എനിക്ക് ഇങ്ങോട്ട്. അത് പറയുമ്പോ അങ്ങ് മറന്നു പോവല്ലയോ? എങ്ങനെ മറക്കും? ഞാൻ മറന്നു വരുമ്പോ നീ ഓർമ്മിപ്പിക്കും. എടുത്ത് മറക്കാനൊരു സമയം എന്താ? സകല സമയം നീ എനിക്കൊന്നതാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്തിനാ ഈ 500 രൂപ? ഇവിടെ ഉണ്ടാക്കുന്ന പച്ചമരുന്ന് മൊത്തം നീ തിന്നുന്നുണ്ട്. ഞാനിവിടെ വെക്കുന്ന ലേഖ്യം ഞാൻ തരുന്നത് കൂടെ കട്ടെടുത്ത് നീ തിന്നുക. അങ്ങനെയല്ലോ നീ നന്നായിരിക്കുന്നേ. ലേഖ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ഇച്ചിരി ലേഖ്യം കൊണ്ടുവന്ന് അപ്പുറത്തെ രമണിക്ക് കൊണ്ട് കൊടുത്തതിന്റെ ബാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോമ്പോ വൈദ്യരെന്തുവാ പറഞ്ഞത്? ഈ ലേഖ്യം ഇനിയും വേണ്ടാന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? പിന്നെന്തുവാ പറഞ്ഞു? എടാ, ലേഖ്യം വേണ്ടെന്നല്ല പറഞ്ഞേ, രമണീയമായിട്ടുള്ള നിന്റെ ഈ ലോഹ്യം വേണ്ടെന്നല്ലയോ ഞാൻ പറഞ്ഞേ. ഇല്ലാത്ത എണ്ണ പോലും ഇല്ല, ഞാൻ എന്തോ ചെയ്യാനിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട നീ എണ്ണ വാങ്ങിച്ചില്ല? ഞാൻ ആ കടയിലെല്ലാം പോയി തിരക്കി, അങ്ങനെ ഒരു എണ്ണയേ അവിടെ ഇല്ല. നീ എന്തോ ചോദിച്ചേ? ഞാൻ പറഞ്ഞു ശക്കില കാച്ചി എണ്ണ തരാൻ പറഞ്ഞു. ഇവിടെ ചക്കിലാട്ടിയതല്ല, ചക്കിലാട്ടി എണ്ണ മേടിച്ചോണ്ട് വരാനല്ലയോ പറഞ്ഞേ? അത് തെളിച്ചു പറയണ്ടേ. 6:30 സകല മരുന്നിന്റെ പരിപാടിയും തീർക്കണം. അത് തീർക്കാം. കാരണം 7 മണിയാകുമ്പോ ഞാൻ മരുന്നിനൊരു പോക്ക് പോകും. ഞാനും ഉണ്ടേ. അത് പറയുമ്പോ നീ മുമ്പിലെടുത്ത് അങ്ങ് ചാടുമല്ലോ. അതിന് പേഷ്യന്റ് വരുന്നോ നോക്കണം കേട്ടോ. നോക്കാം. അതെങ്ങനാന്ന് പറ, കറ്റാർ വാഴ കൊണ്ടുവച്ചിട്ട് കൊല വെട്ടാൻ കാത്തിരുന്നോനാ. ഇവിടെയും കൂടെ ഉള്ളു എന്റെ തലവേന കാണിക്കാനൊക്കെ ഉണ്ട്. ഹലോ, ഇവിടെ വൈദ്യുരുണ്ടോ? വൈദ്യുതി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് നിൽക്കും. എന്തോ കാര്യം? എന്തുവാടാ? ആരാണ്ട് വന്ന് വൈദ്യുതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ കഴിച്ചിട്ട് എന്തുവാടാ? ഞാൻ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വന്നയാണോ? ഇവിടെ ചികിത്സിക്കാൻ വൈദ്യുരുണ്ടോ? ഉണ്ട്. ഞാൻ തലവേദനയ്ക്ക് വന്നേ ഇവിടെ. എന്നാ അത് പറ, ഇരിക്കേ. എന്തുവാ പേര്? എന്റെ സജി കണ്ടംപേരൂർ. എങ്ങനാ വന്നത്? ഞാൻ ഓട്ടോ വിളിച്ചു വന്ന്. ഓട്ടോ വിളിച്ചാണോ എല്ലാവർക്കും തലവേദന വരുന്നേ? തലവേദന എങ്ങനെ വന്നു എന്നാ ഞാൻ ചോദിച്ചേ. അത് കുട്ടിക്കാലം മുതലേ ഉണ്ട്. കുട്ടിക്കാനത്ത് എവിടാ? കുട്ടിക്കാനാന്നോ ഞാൻ പറഞ്ഞത്? കറ്റാനം. കറ്റാനോന്നോ? കണ്ണമ്പേരൂരല്ലയോ? എനിക്ക് ഭ്രാന്ത് വരുന്നു സത്യം പറഞ്ഞു. ഭ്രാന്തിനുള്ള ഗുളിക ഉണ്ടെന്ന് ഇവിടെ. എന്റെ വൈദ്യുര എന്നെ നിങ്ങൾ കളിപ്പാട്ടം ആക്കരുത് കേട്ടോ. കളിപ്പാട്ടത്തിൽ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ആ ടി വിയിലാ സിനിമ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കണ്ടതാ. സത്യം പറഞ്ഞ ഉർവശിയുടെ അവസ്ഥ കണ്ട്
ഒരുപാട് വിഷമിച്ചു ഞാൻ. നീ കണ്ടായിരുന്നോ പടം കണ്ടോ? ഞാനും കണ്ടേ അത്. പക്ഷെ ഞാൻ ലാസ്റ്റ് ഭാഗം കണ്ടില്ല. കണ്ടില്ലയോ? ഷോ അതിനകത്ത് ഉർവേശിക്കണ്ടല്ലോ, മാരകമായിട്ട് അസുഖം വന്നങ്ങ് മരിച്ചു പോവാ. അശ്ശോ. ആ അത് കണ്ടോ? ഭാര്യ മരിച്ച ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായി വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ആ പുള്ളിയെ ഈ വയലിൻ ഏതാണ്ട് വായിച്ച് അങ്ങനെ നടക്കുന്നു. ഊട്ടിയിലാ. ഇത് ആ കളിപ്പാട്ടമല്ല, മറ്റേ കളിപ്പാട്ടമാണ്. നീ എന്നെ പൊട്ടനാക്കാതെ റൂട്ട് മാറ്റിക്കൊണ്ട് വരുവാ ഞാൻ. അതിനിടെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. നീ പോയി അതളക്ക്. ഞാൻ കേൾക്കുന്നുണ്ടേ. അല്ല തലവേദനകളോട് മരുന്ന് പറഞ്ഞതാ. മരുന്ന് ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ടോ? തലവേദന വന്നിട്ട് 5 വർഷമായി, ഒരു സപ്പോർട്ടും ഇല്ല. അതല്ലേ ചോദിച്ചേ, സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന്? സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന് എനിക്കറിയാം. അതിനൊരു കായുണ്ട്. അല്ല അപ്പൊ നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നിങ്ങളൊരു ഒറ്റമൂലി വല്ല ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാ. അതെല്ലാം സംഘടിപ്പിച്ചു തരാം. പക്ഷെ ഒരു കാര്യമാ, എന്തുവാ? തലയുടെ MRI സ്കാൻ ചെയ്ത് ഒരു റിസൾട്ട് അത് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? പിന്നെ കണ്ടേ, നോക്കിയേ. കൊള്ളാം. എടാ ഇത് വാതിൽ അടയ്ക്കാതാന്നോടാ ഈ സ്കാൻ ചെയ്തേ? അതെന്തുവാ? വന്നോന്റെ പോയോന്റെ എല്ലാം തല ഇതിനകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവരെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. ഇത് എവിടുന്നാ എടുത്തേ? അടൂരിന്ന്. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ടേ നിന്റെ തല എവിടാന്ന് വെച്ചാൽ അവിടെ ശരിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് എപ്പ വരാനാ? എന്നാ എന്റെ തലയെ കൊണ്ട് പോട്ടെ. തലവേദനക്കൊരു മരുന്ന് പറഞ്ഞതാ നിങ്ങള്. അല്ല പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നല്ലോ, ജയമോദക വെള്ളം. ജയമോദകോ? ഐമോദകം ഇല്ലയോ? എടാ മോദകൻ 2 എണ്ണം ഉണ്ട്. അവര് 2 പേര് എൻഷല ഐയും ജയും. ആണോ? ഈ ഐമോദകം എന്ന് പറഞ്ഞാൽ ഞാൻ സുഖേനാകുന്നു, അത് നിനക്ക് മതിയോ? അത് വേണ്ട. അപ്പൊ ജയമോദക വെള്ളം കുടിക്കണം. ആ മരുന്ന് തരണമെങ്കിൽ നീ 1000 രൂപ എനിക്ക് കൈനീട്ടം തരണം. ഇല്ല വൈദ്യരെ, ആദ്യം മരുന്ന് തരാതെ ഞാൻ പൈസ തരത്തില്ല. ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അതുകൊണ്ടാ പറയുന്നേ. ഇല്ല, ആദ്യം മരുന്ന് താ നിങ്ങള്. ഒരു കാര്യം ചെയ്, നിങ്ങടുത്ത് ആ മരുന്ന് ഇങ്ങടുത്ത്. ഇത് ഇത് കുടിക്കണം. അത് ചാടിക്കറി പിടിക്കാതെ. പിന്നെ 2 കയ്യും മടങ്ങരുത്. മടങ്ങാതെ വേണം ഇത് കുടിക്കാൻ. പത്തിയുണ്ടോ? ഉണ്ട്. കനകച്ചിലങ്ക കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. മതിയോടാ? ഞാൻ പത്യം പഠിക്കാൻ വന്നയാന്നോ? ഈ മരുന്ന് കഴിക്കുമ്പോ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത്. ഉണ്ട്. ഇറച്ചി, മീന്, മുട്ട കഴിക്കണോ? കഴിക്കരുത്. എരി, പുളി, കാന്താരി കഴിക്കല്ലേ? കഴിക്കണം. പച്ചക്കപ്പ, മത്തിക്കറി കഴിക്കണോ? വേണ്ട, പൊതിഞ്ഞോണ്ട് പറഞ്ഞ എനിക്ക് പത്യമില്ലല്ലോ. അതവിടെ നിക്കേ, ഞാൻ വരുവാ. അവൻ അവിടെ നിന്ന് കാട്ടുചേന പുഴുങ്ങുന്നു. കിട്ടുണ്ണി, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൂട്ട്? നമ്മുടെ ഈ കൂട്ട് കാരണം എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. അതാണോ ചോദിച്ചേ? നമ്മുടെ ഈ മരുന്നിന്റെ കൂട്ട് എങ്ങനെ ഉണ്ടെന്ന്? അതല്ലേ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ പൊന്നുമോനെ ശരിക്കും ഇളക്കണേ, അടി പിടിക്കല്ലേ. അപ്പൊ അക്കാര്യത്തിൽ വൈദ്യർക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. ഞാൻ അങ്ങനെ ചെയ്യുമോ? അതല്ല പറഞ്ഞേ, ഇത് ശരിക്കും ഇളക്കണം, ഇതിന് അടി പിടിക്കരുത്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുവാ. എന്തോ അത് കണ്ടോ? അയ്യോ, അമേരിക്കയിലൊരു ശില്പം ഇല്ലയോ, എന്തുവാ, ലിബർട്ടി ഓഫ് സ്റ്റാച്ചു, അതുപോലെ ഞാൻ ഒരു പണി കൊടുത്താ. അതോ? ഇപ്പൊ വരാം. അല്ലേ സജി, കുടിച്ചോ? മരുന്ന് വരുന്നില്ല. മരുന്ന് വരണമെങ്കിൽ ഇതിനകത്തുനിന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പണി തന്നെ അല്ലയോ? എന്നൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്തോ? ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കുമെന്നുള്ളത്. പലയിടത്തും ഞാൻ മരുന്ന് കഴിച്ചു, ശരീരത്തിൽ പിടിക്കുന്നില്ല. ഇനി എന്റെ നാളിന്റെ വല്ല പ്രശ്നമാണോ? നാളിന്റെ വരില്ലേ കിട്ടുണ്ണി? നാളിന്റെ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ എന്തോ പൂരാട വായില്ല? എന്തോ നാളാ മകം കുംഭമോ? മൂലം എങ്ങനെ ഉണ്ട്? എനിക്കറിയത്തില്ല. എങ്ങനെ ഉണ്ടടാ? ഞാനല്ലേ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോണ്ടല്ലോ ഞാൻ പേടിച്ച് ഞെട്ടി ഉണരോ, എന്തോ ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ ഉറങ്ങാതിരുന്നാ പോരെ. എടാ അങ്ങനെ സംസാരിക്കരുത്. പിന്നെന്തോ? എടാ നീ ഒരു 20 രൂപ മുടക്കണം. മുടക്കുമ്പോ നിനക്ക് ഞാൻ ഒരു ചരട് ജപിച്ച് അങ്ങോട്ട് കെട്ടിത്തരും. നിന്റെ പേടി അങ്ങ് മാറും. അപ്പൊ എനിക്ക് 20 രൂപയുടെ പേടിയേ ഉള്ളോ? ആര് പറഞ്ഞു? 10-400 രൂപയുടെ പേടി കിടക്കുക. കിട്ടുള്ളേ അന്നാ പോട്ടെ, നമ്മുടെ പയ്യനല്ലയോ, പൈസ ഇല്ലാത്തവനല്ലേ, പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന് എടാ നിനക്ക് കുത്തലോ? എനിക്ക് വേണ്ട, ഞാൻ വേറെ ഉള്ള കൊണ്ട് പൂച്ചോളാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, വാദത്തിന് എന്തോ ചെയ്യും? നല്ലൊരു വക്കീലിനെ കാണണം. അതാണോ ഞാൻ പറഞ്ഞത്? മുട്ടിന്റെ താഴോട്ട് വാദം, അത് മാറാൻ എന്തോ ചെയ്യണം? അത് പോത്തിറച്ചി കഴിക്കണം. ഞാൻ ഇറച്ചി കഴിച്ചു, അങ്ങോട്ട് പോത്തില്ല. അതെങ്ങനാ കാണുന്നേ? ആ പോത്തിന്റെ ഇറച്ചിയല്ലേ നീ കഴിച്ചേ, പിന്നെ പോത്തില്ല. ഒന്നാമത്തെ കാര്യം നല്ല ഭക്ഷണം വെച്ചാലും വീട്ടിൽ പോലും ആളില്ല.
എടാ വീട്ടിൽ ആളില്ല, നിന്റെ പെണ്ണുമ്പിള്ള എന്തിയേ? എന്റെ പൊന്ന് വൈദ്യരെ, ഒരു കുന്നും പുറത്താണ് എന്റെ വീട്. ഞാനാണോ വെച്ചേ? അല്ല, പഞ്ചായത്ത് തന്നതാ. നേരം വെളുക്കുമ്പോണ്ടല്ലോ ഇവളില് വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്, താഴോട്ട് ഒറ്റ പോക്ക. പെണ്ണുമ്പിള്ളയുടെ പേരെന്തുവാ? ഗംഗ. പിന്നെ അത് കുന്നിന്റെ പുറത്ത് നിൽക്കുവോ? വലിച്ചു പോവും. വൈദ്യരെ, വല്ല തങ്കമേന്ന് വല്ലതും വിട്ടായിരുന്നെങ്കിൽ അവൾ എവിടെയാലും തങ്ങി നിന്നേനെ. പിന്നല്ലയോ? നീ അവളെ അച്ഛനിട്ട പേര് മാറ്റി അവള് സമ്മതിക്കുവോ? അതില്ല. അത് മാത്രമല്ല, ഗ്യാസ് മാറ്റാൻ എന്തോ ചെയ്യണം? ഗ്യാസ് മാറ്റണമെങ്കിൽ എവിടാ വീടെന്നാ പറഞ്ഞേ? കണ്ടംപേരൂർ. അപ്പൊ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസി ആ ബുക്ക് അവിടെ കൊടുക്കണം. അപ്പൊ അവരെ ഈ കുറ്റി സഹിതം അങ്ങോട്ട് മാറ്റി തരും. അതിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? അന്ന് അടുപ്പിന്റെ പ്രശ്നമാ. ഓ, അതാണ് ഈ അടുപ്പാണ് എന്റെ വയറ്റിനകത്ത് ഇരിക്കുന്നത്. നിങ്ങൾ എന്റെ തലവേദനയും വയറുവേദനയൊക്കെ മാറി മരുന്ന് പറഞ്ഞതാ. ഇല്ല, ഞാൻ ഒരു മരുന്ന് ഞാൻ പറയാം. ആ. എടാ കിട്ടൂലേ? ആമയുടെ തോടുണ്ടോ? എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഇവിടെ ഒരു തോടുണ്ട്. അത് ആമയുടെയാണോ പഞ്ചായത്തിന്റെ ആണോ അറിയത്തില്ല. രണ്ട് സൈഡും കെട്ടിക്കൊണ്ടിരിക്കുക. എന്തോ അത് വൈദ്യരെ? നല്ല പാർട്ടിയാണ് നീ. എടാ നിനക്കറിയോ ആമത്തോടുണ്ടോ? ഈ ഓട്ട മത്സരത്തിൽ ജയിച്ച ആമയാണോ? എടാ നിങ്ങൾ രണ്ടും ഒരു വീട്ടിൽ നിന്നാണ് ഈ വരുന്നത്. എന്തോ വൈദ്യരെ അങ്ങനെ ഒരു മുള്ളും മോനെ? എടാ അതുപോലത്തെ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ. എടാ ഈ ആമത്തോടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്തോട് നമ്മള് എണ്ണ ഒഴിച്ചിട്ടേ, എണ്ണ ഒഴിക്കണം. ആരെ വേലയാ? അത് വൈദ്യരുടെ വേലയിൽ അല്ല, അലോവേരയാ ഒഴിക്കുന്നേ. അതിനകത്തോട് നമ്മുടെ കൽക്കണ്ടം ഇല്ലയോ, അത് മുക്കിയിട്ട് വയറ്റി തേച്ച് ഇവന്റെ അസുഖം അങ്ങ് മാറും. എടാ ഒരു കാര്യം ചെയ്യ്. അങ്ങനെ ഉണ്ട്, ഇപ്പൊ അസുഖം വേല അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞ മരുന്ന് ചെയ്യാവോ? മരുന്നോ? അത് ചെയ്യുവോ? ചെയ്യാം. അമത്തോടുണ്ടോ? അമത്തോടില്ല. കിട്ടണി മറ്റേ വിളിക്കുന്ന മെച്ചാട് കൊടുത്താലോ? നമ്മുടെ അത് കൊടുക്കണോ? കൊടുക്കാടാ ഇങ്ങോട്ട്. ഞാനല്ലേ പറഞ്ഞു. സജിയേ, നീ ഒരു കാര്യം ചെയ്. എന്നാ ഈ മരുന്ന് ഇതല്പം ഒന്ന് സേവിച്ചേ. അസുഖത്തെല്ലാം ഒരു മാറ്റം വരും. കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല. കാല് മാത്രം വേദന എടുക്കും കേട്ടോ. അപ്പൊ അത് ഇറങ്ങി പോവാ. ആണോ? എന്റെ വയറങ്ങ് ഉരുണ്ട് കയറുന്നു സത്യം പറഞ്ഞ. അപ്പൊ ഗ്യാസും പോയി തുടങ്ങി. തല കറങ്ങുന്നേ. എടാ ഒരു ഭൂമി കറങ്ങും, ആർക്കും ഒരു കുഴപ്പമില്ല. നിന്റെ ഒരു തല കറങ്ങുന്നാണോ പ്രശ്നം? ആണോ? വൈദ്യരെ, എന്റെ തലവേദന പോയോ? എന്തത് പോയോ? ഉറപ്പാണോ? ഉറപ്പായിട്ടും പോയി. ആ മരുന്ന് എടുത്തേ. അത് ചർവിലിന്റെ അല്ലായിരുന്നു, പിന്നെ ഇത് തലവേദനയായിരുന്നു. ഇതിനകത്ത് ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെക്കണം കേട്ടോ. എത്ര നാളായി തപ്പുവാ. ഈ മരുന്നും കണ്ടു മേടിച്ചു വൈദ്യരെ. ഒപ്പിച്ചാൽ സെറ്റായല്ലോ? സെറ്റായി. എല്ലാം റെഡി ആയല്ലോ. ഇതെന്തോ എന്റെ തല അങ്ങ് പൊളക്കുന്നില്ല. ആശുപത്രിയിൽ ഒന്ന് പോകണം തോന്നുന്നു. ഭയങ്കര തലവേദന. എനിക്കെന്നാ മരുന്നെടുത്താൻ കഴിച്ചാ പോരെ? അതറിയത്തില്ലയോ? വൈദ്യര് ഇവിടുത്തെ മരുന്ന് വൈദ്യര് കഴിക്കത്തില്ല. അതെന്താ? എനിക്ക് ചാകാൻ വയ്യടാ. വൈദ്യരെ, വൈദ്യരും വൈദ്യരുടെ ആൾക്കാരും കലക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ശാരൻ ചേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ വളരെ ഫ്രീ ആയതുപോലെ ഞങ്ങൾക്കിപ്പം തോന്നുന്നുണ്ട് കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനൊരു പ്രത്യേക കയ്യടിയുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, സ്കിറ്റ് നല്ല ചിരിക്കാനുണ്ടായിരുന്നു. പക്ഷെ തുടക്കം കുറച്ച് സമയം കുറച്ച് ഡ്രൈ ആയിരുന്നതുപോലെ തോന്നി. നമ്മുടെ സുഹൃത്തിനൊരു ചെറിയ ഒരു തപ്പലും ഒക്കെ വന്ന പോലൊക്കെ തോന്നി. പക്ഷെ അതങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹരി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കയറ്റവും കയറി. പിന്നെ അതിന് പറഞ്ഞ നമ്മുടെ സുഹൃത്തോടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ടോപ്പ് ഗിയറിലായി. പിന്നെ ലാസ്റ്റ് ഒരു പോർഷൻസിലോട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ഹരി ഗംഭീരമായിരുന്നു. തമാശകളെല്ലാം ഓർത്തോർത്ത് ഓരോന്ന് ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം കേട്ട് നമ്മൾ പെട്ടെന്ന് വിട്ടുപോകണം. കാര്യം അത്രയ്ക്ക് മേലെ ഉള്ള തമാശകളായിരുന്നു എല്ലാം. ഇനിയും ഇതിലും ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകളുമായിട്ട് ഇനിയും വരണം കേട്ടോ. ഓക്കെ, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക, അല്ല, അങ്ങനെ ഗംഭീരമാകാനുള്ള കാരണം എന്ന് പറയാൻ നിങ്ങളുടെ സംസാര ശൈലി തന്നെയാണ്. ഈ സ്കിറ്റിന് ചില അത് പറയുന്ന കൗണ്ടറുകൾ ചിലപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ അത് എടുക്കുകയില്ല. നിങ്ങളുടെ ആ ഒരു ശൈലിയിൽ പറയുമ്പോഴാണ് അത് നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം. പിന്നെ ഒന്ന്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകൾ വ്യത്യസ്തമായതാണ്. ആ പേടി നിങ്ങളുടെ മനസ്സിൽ വരാനായിട്ടുള്ള കാരണം നിങ്ങൾക്കിത് എങ്ങനെ, എവിടെ, ആര്, എന്തെന്നുള്ളൊരു തപ്പൽ വരുന്നുണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ. ഈ പ്രാവശ്യം അതില്ലാതെ വന്നത് നിങ്ങൾ നല്ലവണ്ണം റിഹേഴ്സൽ ചെയ്തു ഇല്ലേ? നല്ലവണ്ണം റിഹേഴ്സൽ ചെയ്താൽ ഒരു തട്ടുമുട്ടും ഇല്ലാതെ നമുക്ക് വേദിയിൽ നിന്ന് കളിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ തെളിവാണ് ഇന്ന് കണ്ടത്. അങ്ങനെയാകുമ്പോൾ നല്ല എപ്പിസോഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്തായാലും ഗംഭീരമായിരുന്നു. ഈ മഴ മാസത്തിൽ, കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ആയുർവേദ ചികിത്സയുടെ ഒരു കാലഘട്ടം തന്നെ വരികയാണ്. അപ്പോൾ അതിനുമൊക്കെ അനുയോജ്യമായൊരു സ്ക്രിപ്റ്റായിരുന്നു. നന്നായിരുന്നു, രസമുണ്ടായിരുന്നു. താങ്ക് യു നസീർക്ക. അംബികാമ്മ, എനിക്ക് ഞാൻ സ്റ്റേജിൽ നല്ല ഫുൾ കോൺഫിഡൻസ് ഉള്ള 3 ആർട്ടിസ്റ്റുകളെ ഞാൻ കണ്ടതുണ്ട്. നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ. പിന്നെ നിങ്ങളുടെ സംസാര രീതി, ആ ഒരു സ്ലാങ് എനിക്കിഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി പൊടിച്ചു. രസമായി, ഗംഭീരമായി. താങ്ക് യു അംബികാമ്മ. അപ്പോൾ മാർക്കിങ് വാങ്ങിക്കാം അല്ലേ? ഓക്കെ, നസീർക്ക. ഞാൻ കുറയ്ക്കുന്നില്ല.
ഒരു 12 മാർക്ക് കൊടുക്കുക. 12,000 രൂപ. അംബികാമ്മ? ഞാനൊരു 15. ഓ അത് കലക്കി. അവ രണ്ടും കൂടെ ചേർത്ത് 27,000 രൂപ ആയിട്ടുണ്ട്. ഓൾറെഡി ആയിട്ടുണ്ടല്ലേ? ഒട്ടും കുറയ്ക്കരുത് ഷാജി ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും തലവേദനക്കുള്ള മരുന്ന് കണ്ടുപിടിച്ച് വൈദ്യനല്ലേ? പക്ഷെ വൈദ്യുതി തലവേദന ഉണ്ട് ഇപ്പം. അതെ, അത് കുറയ്ക്കാൻ വേണ്ടി കിടക്കും. 60,000 രൂപ. ഓയ് അടിപൊളി. ഉഷാറായിട്ട് ചിരിച്ചു, അതിനനുസരിച്ച് മാർക്കും പൈസയും കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വന്ന് ഇതിലും ഉഷാറായിട്ട് ചിരിപ്പിക്കുക, ഇതിലും ഉഷാറായിട്ട് മാർക്ക് വാങ്ങിച്ചോണ്ട് പോവാം. ഓക്കെ, അപ്പൊ താങ്ക് യു.